CUT UG 2026 ഏറ്റവും മാർക്ക് കുറഞ്ഞ കുട്ടികൾ ഒരുപാട് ആൾക്കാർ എന്നോട് വന്ന് ചോദിക്കാറുണ്ടായിരുന്നു. സർ, ഏതൊക്കെ യൂണിവേഴ്സിറ്റി ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചാൻസ് ഉണ്ടോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ 100-ൽ താഴെ 250-ൽ 100-ൽ താഴെ മാർക്കുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. നമ്മളിതിൽ പറയുന്നത് ഞാനൊരു കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ഇതിൽ NIRF റാങ്ക് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെ അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ ബേസ്ഡ് ആക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ഡാറ്റ കളക്ട് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. ഇതിൽ ചിലപ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും ഈ സ്ഥലങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാനിത് കണക്കാക്കിയിട്ടുള്ളത് ടയർ 1, ടയർ 2, ടയർ 3 യൂണിവേഴ്സിറ്റികളായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് ടയർ 3-ൽ വരുന്ന യൂണിവേഴ്സിറ്റികളാണ്. നിങ്ങളുടെ മാർക്ക് 250-ൽ 100-ന് താഴെ ആണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ 2 സബ്ജക്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 500-ലാണെന്നുണ്ടെങ്കിൽ 200-ന് താഴെ ആണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ 3 സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 750-ലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് 300-ന് താഴെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഞാൻ ഇപ്പോൾ പറയുന്ന യൂണിവേഴ്സിറ്റികൾ അപ്ലൈ ചെയ്താൽ എന്തായാലും അഡ്മിഷൻ കിട്ടാതിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മാർക്ക് കുറഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് അപ്ലൈ ചെയ്യാതിരിക്കരുത്. ഞാൻ പറയുന്ന യൂണിവേഴ്സിറ്റികളിൽ ഏതെങ്കിലും ഒരു 5 യൂണിവേഴ്സിറ്റികൾ എന്തെങ്കിലും മിനിമം അപ്ലൈ ചെയ്തിടുക. കാരണം നമ്മൾ എക്സാം എഴുതിയതാണ്, അതിൻ്റെ ഒരു ബേസ്ഡ് ആയിട്ട് അപ്ലൈ ചെയ്തിടുക. റാങ്കിങ്ങിൽ കുറവുള്ള യൂണിവേഴ്സിറ്റികളാണെങ്കിലും നല്ല അക്കാഡമിക്സ് കാര്യങ്ങളൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റികൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ഏതൊക്കെയാണെന്നുള്ള പറഞ്ഞുതരാം. അതും തന്നെ ആസാം യൂണിവേഴ്സിറ്റിയാണ് വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. പിന്നെ സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ്, ഇത് കഴിഞ്ഞ വർഷങ്ങളിലാണ് CUT UG വഴി ഇതിൽ അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ CU ഹിമാചൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശ്, അവിടെയും നിങ്ങൾക്ക് കൊടുത്താൽ കിട്ടുന്നതായിരിക്കും. പിന്നെ DHSGU, ഡോക്ടർ ഹരിശങ്കർ വിശ്വവിദ്യാലയം, ഏകദേശം ഒരുപാട് മലയാളി വിദ്യാർത്ഥികൾ PG-യിലൊക്കെ ഇപ്പോൾ പഠിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും നിങ്ങൾ ഈ ഒരു മാർക്കിന് താഴെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. പിന്നെ പറയുന്ന HNBG ആണ്, ഹേമാവതി നന്ദൻ ബഹുഗുണ ഗർവാൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഈ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും. മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ കിട്ടാറുണ്ട്. പൊതുവെ മുമ്പൊക്കെ ഏകദേശം 19ഓളം ലിസ്റ്റുകൾ വരാറുണ്ടായിരുന്നു. ഫസ്റ്റ് ലിസ്റ്റ്, സെക്കൻഡ് ലിസ്റ്റ്, തേർഡ് ലിസ്റ്റ്, ഫോർത്ത് ലിസ്റ്റ്, ഫിഫ്ത്ത് ലിസ്റ്റ്, അങ്ങനെ ഏകദേശം 19ഓളം 19th ലിസ്റ്റ് വരെ ഇവിടുത്തെ അഡ്മിഷൻസ് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ വരുന്നത് IGNT ആണ്, മധ്യപ്രദേശിൽ വരുന്ന IGNT ആണ്. അപ്പോൾ ഇവിടെ പൊതുവെ കുട്ടികൾ മുമ്പൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. 2025 എനിക്ക് തോന്നുന്നു, 25-ലോ 24-ലോ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു IGNT-യിലേക്ക് എല്ലാവരും അപ്ലൈ ചെയ്യുന്നത്. പിന്നെ അത് ആ ട്രെൻഡ് കുറഞ്ഞു. ആ ഒരു ട്രെൻഡ് കുറഞ്ഞ കാരണം തന്നെ അത് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഈ ഒരു ഇതിൻ്റെ ഒരു ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലം മധ്യപ്രദേശിലാണ്, കുറച്ചുള്ളിലുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആപ്ലിക്കൻസ് പൊതുവെ കുറവാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ അഡ്മിഷന് വിളിക്കുന്നുള്ളത് എന്താ പറയുക, ഫിസിക്കലായിട്ട് നമ്മൾ അങ്ങോട്ട് പോകേണ്ടി വരും മധ്യപ്രദേശിലേക്ക്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടൊക്കെ കുറേ ആൾക്കാർ അഡ്മിഷൻ എടുക്കാൻ അവിടെ പോവാറില്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടിയേക്കാം. IGNT അവിടെ നോക്കാം, നിങ്ങൾ നോക്കുന്ന കോഴ്സുകൾ ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കുക. പിന്നെ മഹാത്മാഗാന്ധി അന്താരാഷ്ട്രീയ ഹിന്ദി വിശ്വവിദ്യാലയ, അതുപോലെ തന്നെ മണിപ്പൂർ യൂണിവേഴ്സിറ്റി, നാഗാലാൻഡ് യൂണിവേഴ്സിറ്റി, നാഷണൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി. പിന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റി എനിക്ക് തോന്നുന്നു ഈ വർഷം സംതിങ് വന്നതാണ്, സമ്മക്ക സറക്ക സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി. ഇത് എനിക്കൊന്ന് തെലങ്കാന ആന്ധ്രയിലായിട്ട് വരുന്നൊരു യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ സിക്കിം യൂണിവേഴ്സിറ്റി, ത്രിപുര യൂണിവേഴ്സിറ്റി, വിശ്വഭാരതി യൂണിവേഴ്സിറ്റി, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി വൺ ഓഫ് ദി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. പക്ഷേ ഇവിടെ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. 100 താഴെ മാർക്കുള്ളവരെ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഞാൻ ഇനി പറയാൻ പോകുന്ന യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ ആലോചിച്ച് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കാം ഡൽഹി യൂണിവേഴ്സിറ്റി. കാരണം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ചില സമയത്തൊക്കെ കട്ട് ഓഫ് ഭയങ്കര ലോ ആയിട്ടൊക്കെ പോകലുണ്ട്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി നിങ്ങൾ കൊടുത്തു നോക്കുക. അതുപോലെ തന്നെ അലഹബാദ് യൂണിവേഴ്സിറ്റിയിലും കൊടുത്താൽ ചിലപ്പോൾ കിട്ടിയേക്കാം. അപ്പോൾ ഈ 2 യൂണിവേഴ്സിറ്റികൾ നിങ്ങളൊന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് ഗുരു ഘാസിദാസ് വിശ്വവിദ്യാലയ. അവിടെ നിങ്ങൾ കൊടുക്കുമ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക, അവിടെ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് എന്താ പറയുക, 100-ന് താഴെ അല്ലെങ്കിൽ 250-ൽ 100-ന് താഴെ മാർക്കുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ 500-ൽ 200 താഴെ മാർക്കുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ 750-ൽ 300-ന് താഴെ മാർക്കുള്ളവരാണെങ്കിൽ കിട്ടാൻ ചാൻസ് ഉള്ള യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റികൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടാതിരിക്കില്ല. നിങ്ങൾ കുറഞ്ഞതൊരു 5 യൂണിവേഴ്സിറ്റികൾ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്യാൻ മതി. നമ്മളതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും, നിങ്ങളുടെ മാർക്ക് കുറഞ്ഞെന്ന് വിഷമിച്ചിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അവർക്ക് ഈ സാധനം അയച്ചു കൊടുക്കുക. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു യൂണിവേഴ്സിറ്റിയിലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.